ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ആർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ജീൻസിൻ്റെ തുണി വെട്ടിയിട്ട് ഒരു ബാഗ് തയ്ക്കുന്നതാണ്. എൻ്റെ ഒരു പഴയ ബാഗ്, കേടായ ബാഗ്, എൻ്റെ സിബൊക്കെ ഞാൻ അഴിച്ചിട്ട് വീണ്ടും തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജീൻസ് വെട്ടണത് കാണിക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഓൾറെഡി ഇത് മുമ്പ് കട്ട് ചെയ്ത് വെച്ചിരുന്നൊരു ജീൻസാണ്. അപ്പോൾ അതിൽ ഇതുപോലെ ബാഗിൻ്റെ ഓരോ പോർഷൻസ് വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ 2 പീസാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അത് ഡബിൾ ലെയറാണ്. ഞാൻ വെട്ടിക്കഴിഞ്ഞിട്ട് അത് കാണിച്ചു തരാം. 2ആക്കിയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ജീൻസിൻ്റെ ക്ലോത്ത് എടുക്കാൻ കാരണം ഇത്തിരി കളറ് പോയാലേ ഉള്ളൂ, പെട്ടെന്നൊന്നും ചീത്തയാവത്തില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ 2 പീസ് തന്നെ വേണം, പക്ഷേ ഇതിൻ്റെ ഒരു പീസ് വെട്ടണത് മാത്രമേ ഇതിൽ കാണിക്കണുള്ളൂ. ഒരു ക്ലോത്ത് ഞാൻ അവസാനമാണ് വെട്ടിയെടുത്തത്. അപ്പോൾ ഇതിൽ ആ മുകളിലത്തെ ഭാഗത്ത് മാത്രം ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യുന്നുള്ളൂ, വേറെ ഒരു ഭാഗത്തും തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ടില്ല. നമ്മുടെ ബാഗിൻ്റെ ആ ഒരു പോർഷൻ്റെ അതേ അളവിൽ തന്നെയാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. നേരത്തെ കട്ട് ചെയ്തത് കണ്ടില്ലേ, ഒരു ഇത്തിരി 1/2 ഇഞ്ച് വെച്ച് ചുറ്റും തയ്യൽ തുമ്പ് ഇട്ടിട്ടാണ് കട്ട് ചെയ്തത്. ഇതിലും 1/2 ഇഞ്ച് വെച്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടാണ് കട്ട് ചെയ്യണത്. നമ്മളൊരു ബാഗ് അഴിച്ചിട്ട് അതുപോലെ തന്നെ സെയിമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കി നമുക്ക് പിന്നെ വേറെ ഒരുപാട് ബാഗുകൾ തയ്ക്കാനുള്ള ഐഡിയാസ് കിട്ടും കേട്ടോ. ബാഗ് തന്നെയല്ല, എന്തൊരു സാധനവും അഴിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കത് തയ്ക്കാനുള്ള ഐഡിയ പെട്ടെന്ന് ക്ലിക്കാകും. അപ്പോൾ ഇതുപോലെ കുറച്ച് പീസുകൾ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കണുണ്ട്. ഇതൊക്കെ ആ ബാഗിൻ്റെ ഓരോരോ പാർട്സുകളാണ് കേട്ടോ. അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ആദ്യമായിട്ട് തയ്ച്ചതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറഞ്ഞുതരാം. പിന്നെ ഞാൻ വെട്ടിയെടുത്തിരിക്കുന്നത് നമ്മുടെ ബാഗിൻ്റെ വള്ളിക്ക് വേണ്ടിയുള്ള നീളത്തിലുള്ളൊരു പീസാണ്. പിന്നെ കട്ട് ചെയ്യണത് ഒരു പോക്കറ്റ് പോലൊരു എക്സ്ട്രാ പീസ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പീസ് കട്ട് ചെയ്യണത്. അപ്പോൾ അതിൽ ബാഗിൻ്റെ ഒരു ഷേപ്പ് വരച്ചിട്ടത് കറക്റ്റ് അളവ് കിട്ടാനാണ് കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു പോർഷനേക്കാളും വലുതായി കഴിഞ്ഞാൽ പോക്കറ്റ് പുറത്തേക്ക് തള്ളി നിൽക്കുമല്ലോ, അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ആ ഒരു പോർഷൻ വരച്ചതിന് ശേഷം പോക്കറ്റിൻ്റെ ഷേപ്പിൽ അത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് പോക്കറ്റിൻ്റെ ഷേപ്പിനകത്താണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ബട്ടർഫ്ലൈനെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ബാഗിൽ വെക്കാനുള്ളൊരു എംബ്രോയ്ഡറി ആണ് ചെയ്തത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ തോന്നിയിട്ട് ചെയ്തതാണ് കേട്ടോ. ഭയങ്കര പ്ലെയിനായിട്ട് കിടക്കണ്ടെന്ന് ഓർത്തിട്ട് ഞാനങ്ങനെ പെട്ടെന്നൊരു ബട്ടർഫ്ലൈ ചെയ്തെടുത്തതാണ്. അതിനുശേഷം നമ്മുടെ ഈ ഒരു പോർഷനിലേക്ക് പോക്കറ്റ് പോലെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തിൻ്റെ നല്ല വശത്ത് പോക്കറ്റ് പോലെ നമ്മുടെ ഷർട്ടിൻ്റെയും ജീൻസിൻ്റെയൊക്കെ പോക്കറ്റ് ഉണ്ടല്ലോ, അതുപോലെ ഈ ബട്ടർഫ്ലൈയുടെ ഈ പോക്കറ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലായിടത്തും ഞാൻ 2 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ചിലയിടത്തൊക്കെ വീഡിയോയിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. വീഡിയോ ഒരുപാട് ലെങ്ത് ആയതുകൊണ്ടാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ തന്നെ 2 ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ മറ്റേ ഭാഗത്ത് ഇതുപോലൊരു ബട്ടൺസ് വെച്ച് കൊടുക്കണം. അപ്പം നല്ല വശത്ത് വേണം ഈ ഒരു ബട്ടൺസ് ഇങ്ങനെ വെക്കാനായിട്ട്. അപ്പോൾ അതിങ്ങനെ തറച്ചിട്ട് കയറാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടൺ ഹോൾ ഇടുന്ന സാധനം വെച്ചിട്ട് എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കയറ്റിയിട്ട് അതിൻ്റെ പുറകിലായിട്ട് ഇതുപോലൊരു സംഭവം ഇട്ട് കൊടുത്തിട്ട് ഇന്ന് പ്രസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതവിടെ അറ്റാച്ച് ആയിക്കോളും. അതായത് ഇതുപോലെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ അറ്റാച്ച് ചെയ്ത് ഈ ബട്ടൺസിൻ്റെ ഈ നല്ല വശവും നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് നല്ല വശവും ചേർത്ത് വെക്കാനായിട്ട് ഇതുപോലെ ചുറ്റും ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഫുൾ അടിക്കാനുള്ള നമ്മുടെ ആ മുകളിലത്തെ ഭാഗത്ത് അടിക്കുന്നില്ല കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും ഞാൻ 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്, പക്ഷേ വീഡിയോയിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നതേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ മറച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മറച്ചെടുത്തതിന് ശേഷം ആ പോയിൻറ്റ്സുകളൊക്കെ നല്ല കറക്റ്റാക്കി നമ്മളിങ്ങനെ പോയിൻറ്റ്സൊക്കെ കറക്റ്റാക്കി എടുക്കില്ലേ, കോളറൊക്കെ തയ്ക്കുമ്പോൾ അതുപോലെ എല്ലാം കറക്റ്റായി പോയിൻറ്റ്സ് ഇല്ല, വളവാണ്. അപ്പോൾ അതൊന്ന് കർവ് നല്ല ഷേപ്പിൽ എടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്തും കൂടി അടിക്കണം കേട്ടോ. ഇപ്പോൾ പ്രസ് ചെയ്തടിക്കുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കണം. ആ ഓപ്പൺ ആയിട്ടുള്ള വശവും നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ലെവൽ ചെയ്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. ഈ ബാഗ് തയ്ച്ച് വന്നപ്പോൾ ബാഗ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എനിക്കിതിലൊരു കുറവ് ഫീൽ ചെയ്തത്
നമ്മൾ പഴയ ബാഗിൻ്റെ സിബ്ബാണല്ലോ എടുത്തത്, അതിൻ്റെ കളറും ഇതിൻ്റെ ഈ ജീൻസിൻ്റെ കളറും തമ്മിൽ മാച്ചില്ലാത്ത പോലെ തോന്നി. അത് മാത്രം ഒരു ഇത്തിരി ബോറായിട്ട് എനിക്ക് തോന്നി. ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു, നല്ല ബാഗായിരുന്നു. പിന്നെ നമുക്ക് യൂസ് ചെയ്യാനായതുകൊണ്ട് ഞാൻ പിന്നെ സിബ്ബൊന്നും മാറ്റാൻ നിന്നില്ല. പക്ഷേ ഇത്രയും ലുക്കാവുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ സിബ്ബ് വയ്ക്കത്തില്ലായിരുന്നു, വേറൊരു സിബ്ബ് വെച്ച് കൊടുത്താനേ. പിന്നെ ഞാനിപ്പോൾ ഇവിടെ തയ്ച്ചെടുക്കുന്നത് നമ്മുടെ ബാഗിനിടാനുള്ള വള്ളിയാണ്. അതിങ്ങനെ നീളത്തിൽ വള്ളി അടിച്ചെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ 2 സൈഡിലും സ്റ്റിച്ച് കൊടുക്കണ്ട കേട്ടോ വള്ളിയുടെ, എന്നാലും ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് 2 സൈഡിലും സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ വള്ളിയുടെ സൈഡിലിടാനുള്ള റിങ്ങുകളൊക്കെ നമ്മൾ ആ പഴയ ബാഗുമ്മയിൽ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇടുമ്പോഴാണ് ഒരു ലുക്ക് വരുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ആ റിങ്ങനെ വെച്ച് ഇത് കാണിക്കുന്നത്. അപ്പോൾ റിങ്ങില്ലാത്തവർ വിഷമിക്കേണ്ട, ആ റിങ്ങില്ലാണ്ടും നമുക്കത് ബാഗിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ റിങ് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ വള്ളിയുടെ അറ്റത്ത് ഇതുപോലെ റിങ് ഇട്ടിട്ട് 2 മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ബട്ടൺ വെച്ച് പ്രസ് ചെയ്ത് അടിക്കുകയൊന്നുമല്ല ചെയ്യുന്നത്, ജസ്റ്റ് നമ്മൾ തയ്യൽ മെഷീൻ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ വള്ളിയുടെ അപ്പുറത്തെ സൈഡിൽ 2 റിങ് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം വരുന്നത് ഇതുപോലത്തെ ഒരു റിങ്ങാണ്, നടുക്കൊരു കമ്പിയുള്ള റിങ്. അപ്പോൾ അതിലിതുപോലെ ഇങ്ങനെയാണ് വള്ളി കയറ്റി കൊടുക്കേണ്ടത്. ആദ്യം ഒരു ഹോളിൽ കയറ്റുക, പിന്നെ ഇതുപോലെ അപ്പുറത്തെ ഹോളിൽ കയറ്റിയെടുക്കുക. അതിന് ശേഷം അടുത്ത റിങ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ആ 2 കള്ളിയുള്ള റിങ്ങിനകത്തേക്ക് വരാം. എന്നിട്ട് അതിൽ ആദ്യം ഇപ്പുറത്തെ ഹോളിൽ കൂടി ഇങ്ങോട്ട് കയറ്റുക. കാണാൻ പറ്റുന്നില്ലേ ശരിക്കും? എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. ഇതുപോലെ കയറ്റി ഇങ്ങനെ എടുത്തിട്ട് കണ്ടില്ലേ, ഇതുപോലെ കയറ്റി എടുത്തിട്ട് അവിടെ 2 മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം നമുക്ക്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബാഗിൻ്റെ വള്ളിയുടെ നീളം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം നമുക്ക്. അതിന് വേണ്ടിയാണ് ആ നടുക്ക് ഒരു കമ്പിയുള്ള 2 ഹോളുള്ളൊരു റിങ് വരുന്നത്, അതിന് വേണ്ടിയാണ്. അപ്പോൾ അതിട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ആവശ്യത്തിനനുസരിച്ച് ബാഗിൻ്റെ വള്ളിയുടെ നീളം കുറയ്ക്കാനും കൂട്ടാനും പറ്റും. പിന്നെ നമ്മുടെ ഈ വള്ളി അറ്റാച്ച് ചെയ്യാനൊരു ചെറിയ ഹുക്ക് പോലത്തെ ഒരു വള്ളിയും കൂടി വേണം. അതിന് വേണ്ടിയിട്ട് ചെറിയ പീസും കൂടി ഞാൻ തയ്ച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാഗിൻ്റെ ഉള്ളിലെ പീസാണിത്, ഉള്ളിലെ ക്ലോത്താണിത്. അപ്പോൾ അത് ഞാൻ ബ്ലാക്ക് മാറ്റിയിട്ട് വൈറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി അതേ അളവിൽ 2 പീസ് ഞാൻ ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ 2 പീസ് കട്ട് ചെയ്തെടുത്തത് കൂടാണ്ട് അതിനേക്കാളും ഒരു 2 ഇഞ്ച് ഇറക്കം കൂടുതൽ കൊടുത്തിട്ട് ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാഗിൻ്റെ ഉള്ളിൽ 2 കള്ളിയുണ്ട്. അപ്പോൾ 2 കള്ളി തിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ 3 പീസ് ഞാൻ എടുത്തിരിക്കുന്നത് തുണി. പിന്നെ ബാക്കിലൊരു കുഞ്ഞിക്കള്ളി കൊടുക്കാൻ വേണ്ടി ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ആ പീസ് അതുപോലെ തന്നെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ കുഞ്ഞിക്കള്ളിയുടെ സിബ്ബ് അടിച്ചു പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു പീസിൻ്റെ സൈഡ് ഒന്ന് മടക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് സിബ്ബ് വെച്ച് കൊടുക്കുക, എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടില്ല, നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണിത്. അതുപോലെ അപ്പുറത്തെ സൈഡും ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക. കണ്ടില്ല, ഇതുപോലെ മടക്കി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് സിബ്ബ് മുകളിൽ വെക്കുക, എന്നിട്ട് സിബിൻ്റെ മുകളിൽ കൂടെ അടിച്ചു കൊടുക്കുക. കണ്ടില്ലേ, നല്ല സിമ്പിളായിട്ട് അടിച്ചു കൊടുത്തു. പിന്നെ അതിന് ശേഷം നമ്മുടെ സിബിൻ്റെ സൈഡ് ഇങ്ങനെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് അവിടെ ഒന്ന് സൈഡ് അടിച്ചു കൊടുക്കുക. നമ്മുടെ കള്ളി, ആ ഒരു കള്ളി ക്ലോസ് ആവാൻ വേണ്ടിയാണ് അങ്ങനെ അടിച്ചു കൊടുക്കുന്നത്. അതുപോലെ ഇപ്പുറത്തെ സൈഡിലും ഒന്ന് അടിച്ചു കൊടുക്കുക. ഇങ്ങനെ കൂടുതലൊക്കെ നിൽക്കുന്ന പാർട്ടുകൾ കട്ട് ചെയ്ത് കളയണം കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും. പുറത്തേക്കൊന്നും കാണില്ല, എന്നാലും നമുക്കൊരു സംതൃപ്തിക്ക് വേണ്ടി നമ്മൾ ആ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. കണ്ടില്ലേ, ഇപ്പോൾ സിബ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഒരു കള്ളി അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത നമ്മൾ നേരത്തെ 3 പീസ് കെട്ടി വെച്ചതിലൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് സിബ് മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എടുക്കേണ്ടത് 2 ഇഞ്ച് ഇറക്കം കൂടുതലുള്ള പീസ് എടുത്തില്ലേ, ആ ഒരു പീസാണ്. ആ ഒരു പീസിൽ ഇതുപോലെ തന്നെ സൈഡൊന്ന് മടക്കി കൊടുക്കുക, സിബൊന്ന് മുകളിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ ഒന്ന് മടക്കാം. ഒരു 2 ഇഞ്ച് വേണ്ട,
1.5 ഇഞ്ചിലൊക്കെ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത സിബ് എടുക്കാം. അടുത്ത സിബ് എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആ മടക്കിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ആ മടക്കുമ്പോൾ തന്നെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. സിബ് അറ്റാച്ച് ചെയ്യാൻ നല്ല എളുപ്പമാണ് കേട്ടോ. നമ്മളെ തയ്ക്കുമ്പോൾ സിബ് അറ്റാച്ച് ചെയ്യുന്ന അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പ്രഷർ ഫുട്ട് പോലും മാറ്റിയിട്ടില്ല, അത് തന്നെ വെച്ചാണ് അടിക്കുന്നത്. അതിനുശേഷം 3ാമത്തെ പീസ് നമ്മളെടുക്കുക. ഇതുപോലെ തന്നെ ഒന്ന് ചെറുതായി മടക്കി കൊടുക്കുക, സിബ് മുകളിൽ വെക്കുക, എന്നിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ സ്പീഡ് കുറച്ചിട്ടേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സിബ് അറ്റാച്ച് ചെയ്യുന്നത് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ് സ്പീഡ് കുറച്ചിട്ടിരിക്കുന്നത്. പിന്നെ ചില സ്ഥലത്ത് നല്ല സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, കാരണം ഇപ്പം തന്നെ 25 മിനിറ്റോളം ആയിട്ടുണ്ട് വീഡിയോ. അപ്പോൾ ഇനിയും സ്പീഡ് കുറച്ചിട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്താവും, അതുകൊണ്ടാണ്. അതിനുശേഷം നമ്മൾ സിബ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് സൈഡിലിങ്ങനെ അടിച്ചു കൊടുക്കേണ്ടത്. സിബ് ഊരിപ്പോരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ അടിച്ചു കൊടുക്കണേ. അപ്പോൾ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യരുത്. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സിബ് ഊരി താഴേക്ക് പോരും. ചില സിബ് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും വീണ്ടും, ചിലത് നമുക്ക് വീണ്ടും അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കേടായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുപോലൊന്ന് സൈഡിലൊന്ന് അടിച്ചു കൊടുത്തത്. പിന്നെ ഇതുപോലൊരു കുഞ്ഞി പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ, അതൊന്ന് ചെറുതായി മടക്കി പിടിച്ചിട്ട് ഇതുപോലെ സിബിനോട് ചേർത്ത് വെച്ച് അടിക്കുക. അപ്പോൾ ഈ പീസ് ചെറുതായി പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് വേണ്ടി ആയതുകൊണ്ട് ഞാൻ പിന്നെ അത് മാറ്റാനൊന്നും നിന്നില്ല, അത് തന്നെ വെച്ച് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 2 സൈഡിലും കണ്ട നമ്മൾ സ്ക്വയറായിട്ടാണ് അടിച്ച് വരുന്നത്. റെഡ് സിബിൻ്റെ നടുക്കായിട്ട് സ്പേസ് വന്നുകൊടുത്ത് സ്ക്വയറായിട്ടാണ് നമ്മൾ ഈ പീസ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ആ ക്ലോത്തിൻ്റെ സൈഡ് ഒന്ന് ചെറുതായിട്ട് മടക്കി കൊടുക്കുക, അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇവിടെ അത് അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, 4 വശവും അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ തുണി ഇതുപോലൊന്ന് കറക്റ്റായിട്ട് ഒപ്പമാക്കി മടക്കി പിടിക്കുക. കണ്ടില്ലേ, ഇതുപോലെ നല്ല ലെവൽ ചെയ്ത് കറക്റ്റാക്കി മടക്കി പിടിക്കുക. അതിനുശേഷം ഇതിൻ്റെ 2 സൈഡും അടിച്ചു കൊടുക്കുക. അതായത് ഇതുപോലെ 2 സൈഡും അടിച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഇവിടെയും അടിച്ചു കൊടുക്കുക. അപ്പോൾ സിബുമ്മക്ക് ഉള്ളിച്ചടിക്കരുത്, സിബിൻ്റെ താഴത്ത് വെച്ചിട്ട് വേണം അടിക്കാനായിട്ട്. അപ്പോൾ അവിടെയും ഞാൻ 2 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. 2 സൈഡിലും 2 സ്റ്റിച്ച് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഞാൻ ഇതിൻ്റെ അടിയിൽ 3 തുണിയും കൂടി കൂട്ടിപ്പിടിച്ചിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. അതായത് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഓപ്പണായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. 2 കള്ളി അതിലായിട്ടുണ്ട്, പക്ഷേ അത് ഓപ്പണായിട്ട് കിടക്കുന്നത്. അപ്പോൾ അതൊന്ന് ക്ലോസ് ചെയ്യാനായിട്ട് 3 തുണിയും കൂടി ഇതുപോലൊന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ ചെയ്ത വലിയൊരു മിസ്റ്റേക്കാണ്. ഇത് ശരിക്കും ഇപ്പോൾ കൂട്ടി അടിക്കാൻ പാടില്ല. അതെന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അതിനുശേഷം ബാക്കിലെ പീസ്, നമ്മൾ ബാഗിൻ്റെ ബാക്കിലെ പീസ് എടുത്തിട്ട് ഇതുപോലെ സിബിൻ്റെ അളവിൽ ഒന്ന് അടയാളപ്പെടുത്തി ഇടുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു കുഞ്ഞി പീസും കൂടി എടുത്ത് വെച്ചിട്ട് അതുമേ ഈ മാർക്കിങ് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു സ്ക്വയർ പോലെ വരച്ചിട്ട് സ്ക്വയറായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഞാനവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക, സ്ക്വയറായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളെ ആ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൂലകളിലൊക്കെ ഒന്ന് ക്രോസായിട്ട് അടുപ്പിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള പീസുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം പ്രസ് ചെയ്ത് അടിക്കുക. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് 4 വശവും അടിച്ചു കൊടുക്കുക. അവിടെ ഒരു സ്ക്വയർ പോലെ വരണം. അതിനുശേഷം നമ്മൾ സിബ് തയ്ച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കള്ളിയില്ലേ, അതെടുത്തിട്ട് ഇതുപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ 3 വശമാണ് ആദ്യം നമ്മൾ തയ്ച്ചു കൊടുക്കുക. അടിയിലെ വശം തയ്ച്ചു കൊടുക്കരുത്. ഇതാ കാണിച്ചിട്ടുണ്ട്, ഇതുപോലെ ഈ 3 വശമാണ് തയ്ച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വശം തയ്ച്ചിട്ടില്ല. അത് തയ്ക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ വെള്ളത്തുണി ഇങ്ങനെ പൊക്കി മുകളിലോട്ട് വെക്കണം. മുകളിലോട്ട് വെച്ചതിന് ശേഷം വേണം അവിടെ തയ്ക്കാൻ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ കള്ളി ക്ലോസ് ആയി പോകും. ഓപ്പൺ ആയിക്കഴിഞ്ഞാലും നമുക്ക് അതിനകത്തൊന്നും വെക്കാൻ പറ്റില്ല. വെറുതെ സിബ് വെച്ച് ഷോക്ക് സിബ് വെച്ച പോലെയാകും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ വെള്ളത്തുണി ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട്, വെള്ളത്തുണി എന്ന് പറയുന്നത് ആ ഉള്ളിൽ ആ ക്ലോത്ത് നമ്മൾ പൊക്കി പിടിച്ചിട്ട് വേണം ആ അടിയിലൊരു ഭാഗം അടിക്കാനായിട്ട്. ഇപ്പം നമ്മുടെ ആ കള്ളി ശരിയായിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പീസ് എടുക്കാം. കണ്ടില്ലേ,
ഫ്രണ്ട് പീസ് എടുത്തിട്ട് ഈ 2 പീസിൻ്റെയും മധ്യഭാഗം മുകളിലും താഴെയായിട്ട് മധ്യഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കണ്ടില്ലേ, 2ൻ്റെയും മധ്യഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ അടിയിൽ തയ്ക്കാൻ എടുക്കുന്ന പീസിൻ്റെയും മധ്യഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സിബ് വെച്ച് തയ്ച്ച ആ ക്ലോത്തിൻ്റെ മധ്യഭാഗവും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ട, ഇതിൽ അടിയിലും മുകളിലും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിപ്പം സിബ് വെച്ച ക്ലോത്തിൻ്റെ പിന്നെ ആ ഫ്രണ്ടിലെ പോർഷനും ബാക്കിലെ പോർഷനും അതുകൂടാണ്ട് അടിയിൽ ഒരു പീസ് തയ്ക്കാനുള്ളതിൻ്റെ ഇങ്ങനെ 4 പീസിൻ്റെ മധ്യഭാഗം നമ്മൾ ഇപ്പോൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സിബ് വെച്ച ക്ലോത്താണ് നമ്മൾ ഈ ബാഗിൻ്റെ ഫ്രണ്ട് പോർഷനായിട്ട് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് വേറൊരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു, പക്ഷേ ഞാനത് വിട്ടുപോയി. ഇതിന് ശേഷമാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തന്നെ കാണാം. അപ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത്. നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശം സിബിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട്, അതായത് സിബിൻ്റെ അവിടെ നമ്മളൊരു ജീൻസിൻ്റെ ക്ലോത്ത് വെച്ചടിച്ചില്ലേ, അപ്പോൾ അതിൻ്റെ നല്ല വശവും ചേർത്ത് വെക്കുക. അതായത് മധ്യവുമായിട്ട് ചേർത്ത് വെക്കുക. 2ൻ്റെയും മധ്യഭാഗം ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും 2 സ്റ്റിച്ച് നിർബന്ധമായിട്ടും കൊടുക്കണം. കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ കീറിപ്പോവാനുള്ള ചാൻസ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും 2 സ്റ്റിച്ച് കൊടുക്കണം. കീറിപ്പോകല്ല, നമ്മൾ സ്റ്റിച്ച് വിട്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് 2 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് ഞാൻ തയ്ച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, അതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പുറത്തെ പോർഷനും ഒന്ന് തയ്ച്ചെടുക്കുക. നല്ല വശവും ചേർത്ത് വെക്കുക. ചേർത്ത് വെക്കുമ്പോൾ 2 ക്ലോത്തിൻ്റെ മധ്യഭാഗം ചേർത്തായിരിക്കണം വെക്കണത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാഗ് ചെരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ മധ്യഭാഗം അടയാളപ്പെടുത്തിയിട്ട് മധ്യഭാഗം ചേർത്ത് വെച്ച് തയ്ക്കുന്നത്. കണ്ടില്ല, ഇതുപോലെ 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം തയ്ക്കുന്നത്. ശരിക്കും ഇത് അതിന് മുമ്പ് തയ്ക്കണമായിരുന്നു. ആ സിബിൻ്റെ മുകളിൽ വെച്ച് തയ്ക്കണമായിരുന്നു, പക്ഷേ ഞാൻ വിട്ടുപോയി. അതുകൊണ്ട് ഇപ്പോൾ ആ സിബിൻ്റെ നമ്മൾ ബാക്കിൽ കള്ളി ഒരെണ്ണം കൊടുത്തില്ല, അതിൻ്റെ മുകളിലായിട്ട് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് പ്രസ് ചെയ്തടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെച്ചടിക്കുമ്പോൾ നമ്മുടെ വേറെ ക്ലോത്തുമ്മൊന്നും ടച്ച് ചെയ്യാണ്ട് നോക്കണം കേട്ടോ. കൂട്ടി അടിച്ച് പിടിക്കാതെയൊക്കെ നോക്കണം, ഇല്ലെങ്കിൽ ഭയങ്കര വൃത്തികേടാവും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലുള്ള ഈ ബട്ടൻ്റെ ജോഡി നമുക്ക് അപ്പുറത്തെ സൈഡിലും വെച്ച് കൊടുക്കണം. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നേരത്തെ ഹോളിട്ട പോലെ തന്നെ ചെറുതായിട്ടൊന്ന് ഹോളിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ബട്ടൺ കറക്റ്റായിട്ട് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ആ ഒരു പോർഷനിട്ട് മടക്കി വെക്കുക. അത്രയേ ഉള്ളൂ. അതിന് ശേഷം വേണം നമുക്ക് അടിയിലെ പീസ് പിടിപ്പിക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനം അത് പിടിപ്പിക്കുമ്പോൾ ഭയങ്കര വൃത്തികേടായിട്ട് വരും. ബാഗിൻ്റെ ഉള്ളിലൊക്കെ കീറിയൊക്കെ വരും. അതുകൊണ്ട് കീറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഈ പീസ് പിടിപ്പിക്കുന്നതും നേരത്തെ നമ്മൾ സിബിൻ്റെ അവിടെ അറ്റാച്ച് ചെയ്ത പോലെ തന്നെ ക്ലോത്തിൻ്റെ നല്ല വശവും ചേർത്ത് വെക്കുക. അതുപോലെ മധ്യഭാഗം ചേർത്ത് വെക്കുക. എന്നിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ ഇപ്പുറത്തെ വശവും നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയത് മനസ്സിലായത്. ഇത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ മനസ്സിലായില്ല. എന്നുവെച്ചാൽ ഇത് മറച്ച് എടുക്കണമല്ലോ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നമ്മൾ തയ്ച്ചിട്ടില്ല, നമ്മുടെ സിബ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് തയ്ച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു സൈഡിൽ കൂടിയാണ് ഞാൻ ഈ ബാഗ് ഫുള്ളായിട്ട് മറച്ച് നല്ല വശം പുറത്തേക്കാക്കി എടുത്തത്. അപ്പോൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സിബിൻ്റെ സൈഡിൽ നമുക്ക് ക്ലോസ് ചെയ്യണം. അതിനുവേണ്ടി ഇതുപോലെ 2 പീസ് എടുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റിച്ച് എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ബാഗിൻ്റെ ഉള്ളിലെ ക്ലോത്ത് 3 കൂടി മടക്കി തയ്ച്ചത് അഴിച്ചെടുക്കണമെന്ന്. അപ്പോൾ അത് അഴിച്ചെടുത്തിട്ടുണ്ട്. അത് അഴിച്ചെടുത്താൽ മാത്രമേ ഈ ഒരു സ്റ്റിച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇതുപോലെ നമ്മുടെ ക്ലോത്ത് അഴിച്ചെടുത്തത് ഇതുപോലെ അകത്തി പിടിച്ചിട്ട് വേണം നമുക്ക് ആ ഒരു സൈഡിൽ ആ സ്ക്വയർ പോലത്തെ ഭാഗം തയ്ക്കാനായിട്ട്. സ്ക്വയർ പോലത്തെ ഭാഗം തയ്ക്കുമ്പോൾ തന്നെ നമ്മൾ വള്ളിയിടാനുള്ള കുക്ക് അവിടെ തയ്ച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഒരെണ്ണം തയ്ക്കുന്നത് ഞാനിവിടെ കാണിക്കുന്നുള്ളൂ, കാരണം വീഡിയോയിൽ ഒന്നാമത്തത് ക്ലിയറായിട്ട് കിട്ടുന്നില്ല. മാത്രമല്ല 2 കൂടി കാണിക്കാൻ നിന്നാൽ വീഡിയോ ഒന്നും കൂടി ലെങ്ത് ആവും. അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഈ ഉള്ളിലത്തെ സ്റ്റിച്ച് നമ്മൾ ഒരെണ്ണം അഴിച്ചെടുത്തെന്ന് പറഞ്ഞില്ലേ,
ബാഗിൻ്റെ ഉള്ളിൽ തയ്ച്ച ക്ലോത്തിൻ്റെ അടിയിൽ തയ്ച്ചത് 3 കൂടി ഒരുമിച്ച് തയ്ച്ച സ്റ്റിച്ചാണ് നമ്മൾ അഴിച്ചെടുത്തത്. അപ്പോൾ ആ സ്റ്റിച്ച് ലാസ്റ്റാണ് തയ്ക്കുന്നതെങ്കിൽ നമുക്ക് ഈ ബാഗ് മറച്ചെടുക്കാനും ഭയങ്കര എളുപ്പമായിരിക്കും. ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് മറച്ചെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതെനിക്ക് ലാസ്റ്റാണ് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് മിസ്റ്റേക്കുകൾ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇത് തയ്ച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിനി വേറെ ബാഗ് തയ്ക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടി കേട്ടോ. കാരണം നല്ല വൃത്തിക്ക് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇത് കിട്ടി. പിന്നെ കുറേ ഐഡിയകൾ കിട്ടി. അപ്പോൾ ലാസ്റ്റാണ് ഈ ക്ലോത്ത് നമ്മൾ തയ്ക്കുന്നത്. കണ്ട ഇതുപോലെ മടക്കി പിടിച്ചിട്ട് തയ്ക്കണം. ഇത് അവസാനമാണ് ചെയ്യേണ്ടത്. അത്യാവശ്യം നമുക്ക് പുറത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ സിബിൻ്റെ കളർ മാത്രമേ എനിക്ക് ഇത്തിരി പ്രശ്നമായിട്ട് തോന്നിയുള്ളൂ. അപ്പം നമ്മുടെ ബാഗിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം മോളുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.